തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ വിജയം സമ്മാനിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുമെന്ന്. ആ സമയത്ത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പല ദൈവങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ദേവീനാമത്തിലല്ല, ദൈവങ്ങളുടെ പേര് എടുത്തു പറയുന്നു. ഭാരതാംബയുടെ പേരിലൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു, ഈ സത്യപ്രതിജ്ഞ നിലനിൽക്കുന്നതാണോ? കാര്യം ഭരണഘടന അനുസരിച്ച് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാറില്ല, ചെയ്യുന്നത് നിലനിൽക്കാറില്ല. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് ബി.ജെ.പിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ബി.ജെ.പി ന്യായീകരിക്കുന്നത് ഇത് വലിയൊരു തിരിച്ചടിയൊന്നുമല്ല. കോടതി പറയുന്നു ഞങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്തായാലും ഇത് തിരിച്ചടി തന്നെയല്ലേ? തീർച്ചയായും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരമേഖല ഉൾപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ മിന്നും വിജയം ബി.ജെ.പിക്ക് വലിയ നേട്ടം തന്നെയാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സംസ്ഥാന തലസ്ഥാനമാണ്. സംസ്ഥാന തലസ്ഥാനത്ത് ബി.ജെ.പി ഏറെക്കാലമായി വിയർപ്പ് ഒഴുക്കിയതിന്റെ പരിണിത ഫലമാണ് ഈ വിജയം എന്നതിലും ഒരു തർക്കവുമില്ല. അവിടെയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് ആറ്റുകാലമ്മയുടെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്. ശബരിമല അയ്യപ്പന്റെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ ബലിദാനികളുടെ, അതായത് അവർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി മരിച്ച ആളുകളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് ഭാരതാംബയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് വലിയ ചർച്ചയായ സമയത്ത് ബി.ജെ.പി നേതാക്കന്മാർ പറഞ്ഞ പല ന്യായീകരണങ്ങളും അവർ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിരിക്കുന്നു. അവരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരിക്കുന്നു. വീണ്ടും 4 ആഴ്ചക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ 20 അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം. എന്നാൽ അയോഗ്യരാക്കിയിട്ടില്ല. അവരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വടക്കാഞ്ചേരി നഗരസഭയിൽ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതും റദ്ദാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് നിയമസഭകളിലും ലോക്സഭയിലേക്കൊക്കെ ജയിക്കുന്ന, രാജ്യസഭയിലേക്കൊക്കെ ജയിക്കുന്ന ആളുകൾ ദൃഢപ്രതിജ്ഞ ചെയ്യാറുണ്ട്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. ഇത് രണ്ടുമാണ് സാധാരണഗതിയിലായി നടക്കാറുള്ളത്. എന്നാൽ ഒരു ദൈവത്തിന്റെ പേരെടുത്ത് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റുകാലമ്മയുടെ വിശ്വസിക്കുന്ന ആളായിരിക്കാം. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളെ ബഹുമാനിക്കുന്ന, പക്ഷേ അതൊരു ഭരണഘടന അനുശാസിക്കുന്ന ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ അത്തരത്തിൽ ദൈവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞോ അല്ലെങ്കിൽ രക്തസാക്ഷിയുടെ പേരെടുത്ത് പറഞ്ഞോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അംഗീകരിക്കില്ല, നിലനിൽക്കില്ല എന്നാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമായിരിക്കുന്നത്. സ്വാഭാവികമായും ബി.ജെ.പിക്ക് തിരിച്ചടിയാണ്. രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്താൻ ആര് തന്നെ ശ്രമിച്ചാലും അവർക്ക് കോടതികളിൽ നിന്ന് തിരിച്ചടി നൽകണമെന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. അത് നാളെ കോൺഗ്രസ്, ഞാൻ വടക്കാഞ്ചേരിയിൽ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ സത്യപ്രതിജ്ഞ ആളുകൾ അയോഗ്യനായി കഴിഞ്ഞു, അയോഗ്യനല്ല, അദ്ദേഹത്തോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ കോൺഗ്രസ് ആയാലും ശരി, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കോൺഗ്രസ് അംഗങ്ങളുണ്ട്. പക്ഷേ ഒരു പേരെടുത്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. 4 വോട്ടിന് വേണ്ടിയാണ് ബി.ജെ.പി ഗിമ്മിക്ക് നടത്തിയതെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ അതിനെതിരെ ശബ്ദിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് സമരമൊന്നും ചെയ്യാത്ത ആളുകൾ ഭരണം കിട്ടിയപ്പോൾ അയ്യപ്പന്റെ നാമധേയം ഉരുവിടുന്നത് കപടതയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ആറ്റുകാൽ പോലെ ഒരു കാലത്ത് ബി.ജെ.പി ഇല്ലായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ആറ്റുകാൽ വാടടക്കം ബി.ജെ.പിയാണ് അവരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ആ ബി.ജെ.പിക്ക് ശക്തമായ സ്വാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞത് ഹൈന്ദവ ധ്രുവീകരണത്തിലൂടെ തന്നെയാണ്. തിരുവനന്തപുരം നഗരമേഖലകളിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബ്ലോക്കായ ആളുകൾ, ഹിന്ദു മതവിശ്വാസികൾ ബി.ജെ.പിയിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ വോട്ട് ബി.ജെ.പിക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിക്ക് അവിടെ ജയിച്ചു വരാൻ കഴിഞ്ഞത്. ആ ആളുകളെ, അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസത്തിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല, ഹൈന്ദവതയാണ് ഞങ്ങളുടെ മുഖമുദ്ര, ഹൈന്ദവതയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന ജനങ്ങൾക്ക് വീണ്ടും അവരുടെ മനസ്സിനകത്തേക്ക് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ ബി.ജെ.പി മാത്രമേ ഉള്ളൂ എന്നൊരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ ഈ സത്യപ്രതിജ്ഞ നടന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരിക്കുന്നു. വീണ്ടും അവരോട് സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയത്തിൽ മതം കൂട്ടിക്കലർത്തുന്ന എല്ലാവർക്കുമുള്ള ഒരു തിരിച്ചടിയായി നമുക്ക് വിലയിരുത്തിക്കൂടെ? തീർച്ചയായും ബി.ജെ.പി ആവർത്തിച്ച് പറഞ്ഞത് തിരിച്ചടിയല്ല, ഞങ്ങൾ ഇത് 20 ദിവസത്തിന് അല്ലെങ്കിൽ 4 ആഴ്ചക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ പോലും ഇത് തിരിച്ചടി തന്നെയാണ്. ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവിടെ ഭരണഘടന അനുശാസിക്കുന്ന രീതി അനുസരിച്ച് വേണം സത്യപ്രതിജ്ഞ ചെയ്യാൻ. പിന്നെ മറുവശത്ത് മറ്റൊരു ചോദ്യമുണ്ടല്ലോ, അധികാരത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ബി.ജെ.പി പോലും പ്രതീക്ഷിക്കാതെ അധികാരത്തിൽ എത്തിയത് കൊണ്ടാണോ ഇത്തരം അപക്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ അപക്വമായ രീതിയിലുള്ള സത്യപ്രതിജ്ഞ ഇവർ ചൊല്ലിയത് അല്ലെങ്കിൽ ചെയ്തതെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ആലോചിച്ചാലും ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല. സാധാരണഗതിയിൽ എല്ലാവരും ഇതിപ്പോ ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ മറ്റൊരു നേതാവിന്റെ പേര് ഉപയോഗിച്ചാലും ആരുടെയും പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോടതി വ്യക്തമായി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത് കോടതിക്ക് പോലും അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ദൈവനാമം പറയുന്നത് തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷനിൽ അവിടെ അമ്പലങ്ങൾ, തിരുവനന്തപുരം എന്ന് പറയുന്ന
കൂടുതൽ അമ്പലങ്ങളുള്ള സ്ഥലമാണ്. അവിടുത്തെ ഹിന്ദു വോട്ടുകളെ, ഞങ്ങളിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ അകന്നു പോകാൻ പാടില്ല. കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഹിന്ദുക്കൾക്ക് BJP ഉള്ളൂ. ഹിന്ദുക്കൾ നിലനിൽക്കണമെങ്കിൽ BJPക്കൊപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾ സത്യപ്രതിജ്ഞയിൽ പോലും ദൈവത്തിന്റെ പേര് ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വർഗീയത തന്നെയാണ്. വർഗീയതയാണ് ഇൻഡയറക്ട്ലി അവരോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത്തരം വർഗീയ പരാമർശങ്ങൾ ആര് നടത്തിയാലും അംഗീകരിക്കാൻ കഴിയില്ല. അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ വോട്ടാക്കി മാറ്റി, അല്ലെങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച പാർട്ടിയാണ് BJP. അതിൽ യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷെ അതേ BJP അയ്യപ്പനോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് എന്തുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചില്ല? അധികാരത്തിലേക്ക് വരുമ്പോൾ BJP ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടി BJP ചെയ്യുന്ന രാഷ്ട്രീയം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. BJP അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചെയ്തത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. ഭരണഘടന അനുശാസിക്കുന്ന രീതി ഫോളോ ചെയ്യാതെ അവർ ഹിന്ദു വോട്ടുകളെ, അല്ലെങ്കിൽ എവിടെയും രാഷ്ട്രീയം കളിക്കാം, എവിടെയും വോട്ട്, ഏത് വിഷയത്തിലും വോട്ട് ബാങ്കും രാഷ്ട്രീയവും നോക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഞങ്ങളെ ഉള്ളൂ, ഞങ്ങൾ മാത്രമാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള തിരിച്ചടി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായ ഉത്തരവ്. തീർച്ചയായും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി നീതിയുടെയും ന്യായത്തിന്റെയും ഭരണഘടനയെ അനുശാസിക്കുന്ന രൂപത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വിധികൾ ഉണ്ടാവുക. ഈ വിധി BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. അവർ തിരിച്ചടിയല്ല, ഞങ്ങൾക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമല്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മതത്തും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ അതിപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചാലും CPM ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും കേരളത്തിൽ എതിർക്കപ്പെടാൻ തന്നെയാണ്. കാരണം മുമ്പെങ്ങും ഇല്ലാത്ത വിധം മതവർഗീയത കേരളത്തിൽ പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മതേതരത്വത്തിന്റെ കാവലാൾ എന്ന് പറയുന്ന ആളുകൾ പോലും പലപ്പോഴും മനസ്സിന്റെ അകത്ത് വർഗീയതയുടെ വിഷം വമിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പലപ്പോഴും പലരുടെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അത്തരം ഒരു കേരളത്തെ ഒരു വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ ആരായാലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരെ എതിർക്കപ്പെടാൻ തന്നെയാണ്. എന്തായാലും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും അവർ സത്യപ്രതിജ്ഞ ചെയ്യും. അത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ കോടതി വിധി മാനിച്ച് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. തിരുവനന്തപുരം പോലെയുള്ള ഒരു നഗരം BJP ഭരിക്കുമ്പോൾ അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനല്ല ഊന്നൽ നൽകേണ്ടിയിരുന്നത്. അവർ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് അവർ വാഗ്ദാനം നൽകിയതുപോലെ മാറാത്തത് മാറുമെന്ന് പറഞ്ഞ ആളുകൾക്ക് മാറ്റം കൊണ്ടുവരാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ അതായിരുന്നു ജനങ്ങൾ വിലയിരുത്തുക. അടുത്ത 5 വർഷം കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള പരിശ്രമമാട്ടെ മേയർ VV രാജേഷിന്റെയും ഡെപ്യൂട്ടി മേയർ ആശാദിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. എന്നാലും നിർഭാഗ്യവശാൽ റീൽസിലൂടെ ജീവിക്കുന്ന ആളുകളായി ഈ രണ്ടുപേരും മാറി എന്നൊരു പരാതി BJP നേതൃത്വത്തിൽ തന്നെയുള്ള ആളുകൾക്കുണ്ട്. ഇതിനെല്ലാം മറികടക്കാൻ അവർക്ക് കഴിയട്ടെ. കാരണം തിരുവനന്തപുരം പോലെ സംസ്ഥാന തലസ്ഥാനമാണ്. ആ സംസ്ഥാന തലസ്ഥാനത്തെ വൃത്തിയായി ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞാൽ അത് വീണ്ടും BJPക്ക് ഗുണകരമാകും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ വികസനം, സമഗ്രമായ പുരോഗതിയുമാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണുള്ളത്. അതിനപ്പുറം നാടിന്റെ വികസനത്തിന് ഈ വിവാദങ്ങളൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ അവിടെ BJPക്ക് കഴിയട്ടെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുമ്പോൾ അതിന് ശ്രദ്ധ ചെലുത്താൻ ഈ VV രാജേഷും ആശാനാഥും ഉൾപ്പെടുന്ന ഭരണസമിതി തയ്യാറാകട്ടെ.